ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 CGL എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാറ്റിക് GKയുടെ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിക് GKയുടെ നമ്മൾ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററിയും പൊളിറ്റിയും ജോഗ്രഫിയും ഒക്കെ ചെയ്തു അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സ്പോർട്സ് എന്നൊരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്കിൽ നിന്നും മുൻ വർഷങ്ങളിൽ CGL എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്ന് ഈ സെഷനിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ, മുൻ വർഷങ്ങളിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഫസ്റ്റ് ചോദ്യമാണ്, മീരാബായി ചാനു സെക്കയുടെ സിൽവർ മെഡൽ അറ്റ് വിച്ച് കോമൺവെൽത്ത് ഗെയിംസ്. ഇത് നമ്മുടെ 2024 കഴിഞ്ഞ CGL എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 24 നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ മീരാബായി ചാനു, നമുക്കറിയാം മീരാബായി ചാനു ഫസ്റ്റ് ഓഫ് ഓൾ ഏത് ഇവൻ്റ് അവർ കളിക്കുന്നത്? വെയ്റ്റ് ലിഫ്റ്ററാണ് അല്ലേ. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വെയ്റ്റ് ലിഫ്റ്ററാണ് ആര്? നമ്മുടെ മീരാബായി ചാനു. പുള്ളിക്കാരിക്ക് ഏത് കോമൺവെൽത്ത് ഗെയിംസിനാണ് സിൽവർ മെഡൽ കിട്ടിയെന്നാണ് ചോദ്യം. ഇത് നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ മീരാബായി ചാനുവിന് കഴിഞ്ഞ 2 കോമൺവെൽത്ത് ഗെയിംസിനും മെഡൽ കിട്ടി. അതായത് 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ എവിടെയായിരുന്നു? ഗോൾഡ് കോസ്റ്റിൽ വെച്ചായിരുന്നു അല്ലേ. ഗോൾഡ് കോസ്റ്റിൽ വെച്ച് നടന്ന കോമൺവെൽത്തിൽ പുള്ളിക്ക് കിട്ടി. 2022 കഴിഞ്ഞ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് അതെവിടെ വെച്ചായിരുന്നത്? അത് നമ്മുടെ ബിർമിൻഹാം അല്ലേ. ഈ 2 കോമൺവെൽത്ത് ഗെയിംസിനും മീരാബായി ചാനുവിന് ഗോൾഡ് മെഡൽ കിട്ടി. ഗോൾഡ് മെഡൽ. പക്ഷെ നമ്മുടെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? സിൽവർ മെഡൽ കിട്ടിയെന്നാണ് അല്ലേ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ കാണാം, 2018 ഓപ്ഷനിലുണ്ട് അല്ലേ, 2022 ഓപ്ഷനിലുണ്ട്. സോ അത് 2 ഉത്തരമല്ല. ആ 2 വർഷത്തിലും പുള്ളിക്കാരിക്ക് മെഡൽ കിട്ടിയതാണ്, പക്ഷെ അത് കിട്ടിയത് ഗോൾഡാണ്. ഓക്കെ, ഇനി പുള്ളിക്കാരിക്ക് സിൽവർ മെഡൽ കിട്ടിയത് 2014 കേട്ടോ. 2014 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലാണ് പുള്ളിക്കാരിക്ക് എന്ത് കിട്ടിയത്? സിൽവർ മെഡൽ കിട്ടിയത്. സോ ആൻസർ 2014. നല്ല ചോദ്യം കേട്ടോ. ഇതൊരു നല്ലൊരു ചോദ്യം, കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. 18, 22 അവർക്ക് കിട്ടിയതാണ്, പക്ഷെ അത് ഗോൾഡാണ്. സിൽവർ കിട്ടുന്നത് അവർക്ക് ഏതാണ്? 2014 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലാണ് പുള്ളിക്കാരിക്ക് എന്ത് ലഭിക്കുന്നത്? സിൽവർ മെഡൽ ലഭിച്ചത് 2014. സോ ആൻസർ 2014. അതുപോലെ നമ്മുടെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പുള്ളിക്കാരിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നോട്ട് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ അടുത്തും ചോദിക്കാൻ പോകണം, അതായിരിക്കാം. ഏത് ഒളിമ്പിക്സിലാണ്? ടോക്കിയോ ഒളിമ്പിക്സ് 2020 അല്ലേ. ടോക്കിയോ ഒളിമ്പിക്സ് 2020 സിൽവർ മെഡൽ കിട്ടി. സിൽവർ മെഡൽ കിട്ടി കേട്ടോ. അത് ഒളിമ്പിക്സിലാണ്. കോമൺവെൽത്തിൽ കിട്ടുന്നത് 2014. സോ നല്ലൊരു ചോദ്യമാണ്. മീരാബായി ചാനു വെയ്റ്റ് ലിഫ്റ്റർ ആണ്. ഇതിനടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വേർ വാസ് ദി ഫസ്റ്റ് വുമൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് ഹോസ്റ്റഡ് ഇൻ ഇന്ത്യ 1976? അതായത് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ വുമൻസ് ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് അത് ഹോസ്റ്റ് ചെയ്യുന്നത് 1976. സോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് അങ്ങനെ ചോദിക്കാം. അടുത്തൊരു എക്സാമിന് ചോദിക്കാം ഏത് വർഷമാണ്. 1976 അന്ന് 14 ഗ്രൗണ്ടുകളാണ് ഇന്ത്യയിൽ ഇതിന് അനുവദിച്ചത്. 14 ഗ്രൗണ്ടുകളാണ്. അതിൽ ആദ്യത്തെ മാച്ച് നടന്നത് നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് കേട്ടോ. ആദ്യത്തെ ടൂർണമെന്റ് എവിടെ വെച്ചാണ്? ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആദ്യത്തെ മാച്ച് നടന്നത്. ചിന്നസ്വാമി എവിടെയാ? ചിന്നസ്വാമി ഓപ്ഷൻ സി ബാംഗ്ലൂരാണ് അല്ലേ. നമ്മുടെ ബാംഗ്ലൂരാണ് എന്ത് പറഞ്ഞത്? ചിന്നസ്വാമി സ്റ്റേഡിയം വരുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയം എവിടെയാണ്? ബാംഗ്ലൂര്. സോ ആൻസർ ഓപ്ഷൻ സി ബാംഗ്ലൂർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വേർ വാസ് ദി ഡുറൻഡ് കപ്പ് ടൂർണമെന്റ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? എവിടെയാണ് ഡൂറൻഡ് കപ്പ് ഇന്ത്യയിൽ ആരംഭിച്ചത്? സോ ഡൂറൻഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ഡൂറൻഡ് കപ്പാണ്. ഡൂറൻഡ് കപ്പ് ആരംഭിച്ചത് 1888. സോ അത് നോട്ട് ചെയ്യുക. ഏത് വർഷമാണ്? 1888 കേട്ടോ. 1888
ഡൂറൻഡ് കപ്പ് ആരംഭിച്ചത്. അതിൻ്റെ ഫസ്റ്റ് മാച്ച് നടന്നത് ഹിമാചലിലെ ഷിംലയിൽ വെച്ചാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ചാണ് ആദ്യത്തെ ഡൂറൻഡ് കപ്പിൻ്റെ മാച്ച് നടന്നത്. ഷിംല ഏത് വർഷം? 1888 കേട്ടോ. ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഏത്? ഡൂറൻഡ് കപ്പ്. അതുപോലെ തന്നെ ഈ 1889 ഈ 1889 നമ്മുടെ മോഹൻ ബഗാൻ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ്ബാണ് ഏത്? മോഹൻ ബഗാൻ ക്ലബ്ബ്. ആ ക്ലബ്ബ് ആരംഭിച്ചത് 89, അടുത്ത വർഷത്തിൽ. അത് ഒരിക്കൽ ചോദിച്ചേട്ടാ, ഒരു വേറൊരു CGയിൽ ചോദിച്ചതായിരുന്നു. മോഹൻ ബഗാൻ ക്ലബ്ബ് ആരംഭിച്ച വർഷം 89. 88 ഡൂറൻഡ് കപ്പ് ആരംഭിക്കുകയും 89 ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ്ബായ മോഹൻ ബഗാൻ ക്ലബ്ബ് ആരംഭിച്ച വർഷം 1889, 88, 89. ഓക്കെ, അതിൽ ആദ്യത്തെ ആ ടൂർണമെൻറ്റ് നടന്നത് ഷിംലയിൽ വെച്ചായിരുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ദ ടേം ബാക്ക് സ്റ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കവൻ? സോ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്ക് സ്റ്റിക്ക്. അല്ലെങ്കിൽ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം കിട്ടിയിട്ടുണ്ടായിരിക്കും. സ്റ്റിക്ക് ഏതാടാ? ഹോക്കിയാണ് കേട്ടോ. ഹോക്കിയിലെ ഫൗൾ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു വാക്കാണ് ഏത്? ബാക്ക് സ്റ്റിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അത് സ്റ്റിക്ക് നമ്മൾ ഹോക്കിയിലെ ഹോക്ക് സ്റ്റിക്ക് ഉപയോഗിക്കുന്ന, സോ അത് വെച്ച് പഠിച്ചാൽ മതി. ബാക്ക് സ്റ്റിക്ക് എന്തുമായി ബന്ധപ്പെട്ടതാ? ഹോക്കിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫൗളുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഏത്? ബാക്ക് സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറേ ചോദ്യം കേട്ടോ. ഈ സ്പോർട്സിലായിട്ടുള്ള ടേംസ് അത് കൃത്യമായി പഠിക്കുക കേട്ടോ. സ്പോർട്സുമായി ബന്ധപ്പെട്ട ടേംസുകളുണ്ടല്ലോ, ടേമുകൾ കേട്ടോ. സോ അത് കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്ക് കുറേ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ സ്പോർട്സിൻ്റെ PYQയിൽ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് കാണാം, ടേമുകൾ. ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യും, കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത ചോദ്യം, ദ ലെങ്ത് ഓഫ് എ ബീച്ച് വോളിബോൾ കോർട്ട് ഈസ് ഡാഷ്. ഒരു ബീച്ച് വോളിബോൾ കോർട്ടിൻ്റെ ലെങ്ത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ബീച്ച് വോളിബോളാണ്. നമുക്ക് നോർമലി വോളിബോൾ കോർട്ട് എടുത്താൽ, ഒരു വോളിബോൾ കോർട്ട് എടുത്താൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 മീറ്ററാണ്. 18 മീറ്റർ ലെങ്തും 9 മീറ്റർ ബെഡ്ത്തും കേട്ടോ. അത് വിട്ടും ലെങ്തും. ലെങ്ത് എത്രയാണ്? 18, വിട്ട് എത്രയാണ്? 9. പക്ഷെ നമുക്ക് ചോദിച്ചത് ബീച്ച് വോളിബോളാണ്. സോ ബീച്ച് വോളിബോൾ വരുമ്പോൾ 16 മീറ്റർ ലെങ്തും 8 മീറ്റർ വിട്ടുമാണ്. സോ ആൻസർ 16. ഓപ്ഷൻ ഉണ്ടോ നോക്കുക? യെസ്, ഓപ്ഷൻ സി 16 ആണ്. 16 ആണ് എന്ത്? ബീച്ച് വോളിബോളിൻ്റെ ലെങ്ത്. വിട്ടായിരുന്നെങ്കിൽ എത്ര നമ്മൾ പറയുന്നത്? വിട്ടാറ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് പറയാമായിരുന്നു എത്ര? 8 ആണ് വിട്ട്. അതുപോലെ ഒരു നോർമൽ വോളിബോളിൽ എത്ര പ്ലേയേഴ്സ് കളിക്കും? വോളിബോൾ ഗെയിമിൽ 6 പേരാണ് അല്ലേ? വോളിബോളിൽ 6 പേര്. എന്നാൽ ബീച്ച് വോളിബോൾ ആണെങ്കിൽ എത്ര പ്ലെയറാണ്? 2 പ്ലെയറാണ് വരുന്നത്. 2 പ്ലെയർ ഏത്? ബീച്ച് വോളിബോളിൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ഹൗ മെനി ടൈംസ് ഡിഡ് ഇന്ത്യ ഓർഗനൈസ് ദി കോമൺവെൽത്ത് ഗെയിംസ്? നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ എത്ര വട്ടം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടക്കുന്നത് 1930. ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് കേട്ടോ. കോമൺവെൽത്തിന് പഴയൊരു പേരുണ്ട്. ഫസ്റ്റ് കാല പേരാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് പറയും. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ഏത് വർഷമാണ്? 1930 ഇത് ആരംഭിച്ചത്. അത് ആദ്യത്തെ ഇവന്റ് നടന്നത് കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചാണ്. ഫസ്റ്റ്, ഇത് സ്ഥിരം ചോദ്യമാണ്. കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം ഇന്ത്യ ഒരൊറ്റ തവണ ആയിട്ടുള്ളൂ. ഒറ്റ തവണ. ഏത് വർഷം എന്നറിയോ? 2010 ഡൽഹി കോമൺവെൽത്ത് ഗെയിംസ്. 2010 ഡൽഹി കോമൺവെൽത്ത് ഗെയിംസിൽ ഒറ്റ തവണ മാത്രമാണ് ഇന്ത്യ കോമൺവെൽത്തിന് എന്തായിട്ടുള്ളത്? വേദിയായിട്ടുള്ളത് കേട്ടോ. അത് ഏഷ്യയിൽ തന്നെ 2ാമത്തെ തവണ കേട്ടോ. ഇപ്പം അങ്ങനെ ചോദിക്കാം, ഏഷ്യയിൽ എത്രാമത്തെ തവണ? 2ാമത്തെ തവണയാണ്. ഏഷ്യയിൽ ആദ്യത്തെ കോമൺവെൽത്ത് എവിടെ നടന്നതെന്നറിയോ? ഏഷ്യയിൽ ആദ്യത്തെ കോമൺവെൽത്ത് നടന്നത് 1998 മലേഷ്യയിലെ കോലാലംപൂർ. നമ്മുടെ കോലാലംപൂർ കേട്ടോ. മലേഷ്യയിലെ കോലാലംപൂരിലാണ് ഏഷ്യയിലെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അത് 98. അത് കഴിഞ്ഞ് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. 2010 ഇന്ത്യയിൽ വെച്ച് എന്ത് നടക്കുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. അത് നോട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റത്തെ ഏഷ്യയിലെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് കോലാലംപൂർ 1998. ഇന്ത്യയിൽ 2010. അത് ആദ്യത്തെ കോമൺവെൽത്ത് നടന്നത് 1930 എവിടെ? കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ച്. ഓക്കെ, then അടുത്ത സ്ലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ദ ഹൈറ്റ് ഓഫ് എ ക്രിക്കറ്റ് സ്റ്റംപ് ഇൻ ക്രിക്കറ്റ് ഈസ്. നല്ല ചോദ്യമാണ്. 2023
CGL ചോദിച്ച ചോദ്യമാണ്. ക്രിക്കറ്റ് സ്റ്റമ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 28 ഇഞ്ചാണ്. 28 ഇഞ്ച്, അഥവാ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരാം, 71 സെൻറ്റിമീറ്റർ. രണ്ട് രീതിയിൽ ഓപ്ഷൻ വരും കേട്ടോ. ചിലപ്പോൾ സെൻറ്റിമീറ്റർ തരാം, ചിലപ്പോൾ ഇഞ്ച് തരാം. 28 ഇഞ്ച് അഥവാ 71 സെൻറ്റിമീറ്റർ. നമ്മൾ സ്പോർട്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ സ്പോർട്സിൻ്റെ 1, 2, 3 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അവിടെയൊക്കെ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള. ഇതിൽ നമ്മൾ ചെയ്ത് ഒട്ടുമിക്ക എല്ലാ ചോദ്യവും അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ. സോ ക്രിക്കറ്റ് സ്റ്റമ്പിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. അതുപോലെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ പിച്ചിൻ്റെ ലെങ്ത് എങ്ങനെയാണ് പറയണത്? പിച്ചിൻ്റെ ലെങ്ത് നമുക്ക് സ്റ്റംപ് ടു സ്റ്റംപ് എന്ന് പറയുമ്പോൾ, അത് നമുക്ക് രണ്ട് സൈഡിൽ 2 സ്റ്റംപ് ഉണ്ട്. സ്റ്റംപ് ടു സ്റ്റംപ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാടാ? 22 യാർഡ്സ് ആണ് അല്ലേ. 22 യാർഡ്സ് അഥവാ എത്ര മീറ്റർ? 20.12 മീറ്റർ. ഒരു ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 22 യാർഡ്സ് അഥവാ 20.12 മീറ്റർ ഉണ്ട് ഒരു ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളമെന്ന് പറയുന്നു. അതും നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് BCCI? ഓക്കെ, നമ്മുടെ ക്രിക്കറ്റ് അല്ലേ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ബോർഡാണ് ഏത്? BCCI എന്ന് പറയുന്നത് അല്ലേ. BCCI ഏത് വർഷമാണ് BCCI രൂപീകരിച്ചതെന്ന് അറിയോ? 1928ലാണ്. 1928ലാണ് എന്ത് രൂപീകരിച്ചത്? BCCI രൂപീകരിച്ചത്. എവിടെയാണെന്നറിയോ BCCI ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? BCCI ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ബോംബെ, നമ്മുടെ ഇന്നത്തെ മുംബൈ അല്ലേ. മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ. BCCI ഫുൾ ഫോം എന്താ? BCCI ഫുൾ ഫോം, അത് ഇടയ്ക്ക് ഒരു എക്സാം ചോദിച്ചോട്ടോ. BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ കേട്ടോ. എന്താണ്? ബോർഡ് ഓഫ് എന്താ? കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. അതാണ് BCCIയുടെ ഫുൾ ഫോം. അതൊരിക്കലും എക്സാം ചോദിച്ചോട്ടോ. BCCIയുടെ ഫുൾ ഫോം 1928ലാണ്. മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. എൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് R.E. ഗ്രാൻഡ് ഗോവൻ കേട്ടോ. ഇതിപ്പോഴും ഈ കഴിഞ്ഞ 2024 MDSന് വീണ്ടും ചോദിച്ച ചോദ്യം കേട്ടോ. ഇത് മുമ്പ് CGL ചോദിച്ചു, ഇപ്പോൾ കഴിഞ്ഞ MDSന് ചോദിച്ചു. R.E. ഗ്രാൻഡ് ഗോവൻ ആണ് ആദ്യത്തെ BCCI പ്രസിഡന്റ്. ഇപ്പം ആരാന്നറിയോളാം? ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? ഇപ്പം റോജർ ബെന്നിയാണ്. റോജർ ബെന്നിയാണ് നിലവിലെ BCCI പ്രസിഡന്റ് എന്ന് പറയുന്നത്. നിലവിൽ കേട്ടോ. ഫസ്റ്റ് പ്രസിഡന്റ് ആണ് ആര്? R.E. ഗ്രാൻഡ് ഗോവൻ, ഫസ്റ്റ് പ്രസിഡന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം, ദ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1984. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. 1984ലാണ് രൂപീകരിച്ചത്. ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഏത് വർഷം? 1984ലാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം. ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട അതോറിറ്റികൾ പഠിച്ചു വെക്കണം കേട്ടോ, എസ്പെഷ്യലി വർഷവും ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ചോദ്യം, വിച്ച് കൺട്രി ഹോസ്റ്റ് ദി സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എന്ത് ടൂർണമെൻറ്റാണ്? ഇതൊരു ഹോക്കി ടൂർണമെൻറ്റാണ്. എല്ലാ വർഷവും നടക്കുന്ന ഒരു ഹോക്കി ടൂർണമെൻറ്റാണ് ഇത് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. ഹോക്കിയാണ്. ഏത് രാജ്യം എന്നറിയോ? ഓപ്ഷൻ സി, മലേഷ്യ. നമ്മുടെ മലേഷ്യയിൽ നടത്തുന്ന, എല്ലാ വർഷവും നടത്തുന്ന ഒരു ഹോക്കി ടൂർണമെൻറ്റാണ് ഇത് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്ന് പറയുന്നത്. ഏത് രാജ്യമാണ്? മലേഷ്യയിലാണ്. എവിടെയാണ്? മലേഷ്യ. അപ്പോൾ ഇതുപോലുള്ള ഈ ടൈപ്പ് കേട്ടോ, ഈ ഹോക്കി കപ്പുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹോക്കി എന്നല്ല, എല്ലാ ടൂർണമെൻറ്റിൻ്റെ കപ്പുകൾ എന്ത് ചെയ്യുക? കൃത്യമായും പഠിച്ചു വയ്ക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ സെറ്റിൽ ഞാൻ നിങ്ങൾക്ക് മുൻ CGL എക്സാമിന് ചോദിച്ചുള്ള 10 സ്പോർട്സ് റേറ്റുള്ള ചോദ്യങ്ങളെ കൊണ്ടുവന്നത് അല്ലേ. സ്പോർട്സ് ഇനിയും ഉണ്ട്. ഇനിയും നമുക്ക് ഇതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ വരുന്നതാണ്. സോ മാക്സിമം ഇതുപോലുള്ള ഇനി വരുന്ന CGLുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ ടോപ്പിക് ഇതുപോലെ നമുക്ക് സ്റ്റാറ്റിക്ക് തന്നെ ടോപ്പിക്, ഇനി ഡാൻസ് നമുക്ക് ചെയ്യാം, ഫെസ്റ്റിവൽ ചെയ്യാം, അങ്ങനെ ടോപ്പിക് ബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CGLൻ്റെ സ്ട്രാറ്റജിക്കായി ബന്ധപ്പെട്ട ഇതുപോലുള്ള സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.